ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് ബ്ലോഗ് ആയിട്ടാണ് വന്നുള്ളത്. ഞാനും അമ്മയും കുഞ്ഞാൻ്റെയും ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് മെജസ്റ്റിക് എന്ന് പറഞ്ഞൊരു ഫാൻസിയിലായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ കളക്ഷൻസ് ആയാലും ഇയറിങ്സ് ആണ് തോന്നുന്നുണ്ടായിരുന്നു. ചെയിനാണെങ്കിൽ അവിടത്തേലും വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ കാണുന്ന ചെയിനൊക്കെ എന്താ ഗൈസ് ഭംഗി. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ കാണുന്ന ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ്. പിന്നെ ഞാൻ ആ ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഞാൻ വാങ്ങിയെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. കാണാത്ത നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി. ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ മെയിനായി ടൗണിലേക്ക് ഇറങ്ങിയത് ഡ്രസ് മേക്കോവറിൻ്റെ ഐറ്റംസ് വാങ്ങിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഡ്രസ് മേക്കോവറിൻ്റെ ഐറ്റംസ് വാങ്ങിക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നേരെ കുഞ്ഞേൻ്റെ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആദ്യം പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. അമ്മാമസിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫുഡ് പിന്നെ പറയാനുള്ള അടിപൊളിയാണ്. അപ്പം മൈക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ പോയത് ഇജുമാർട്ടിലേക്കായിരുന്നു. അപ്പം ഇജുമാർട്ടിൽ എൻ്റെ മാമൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ വരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെയാണ് ഡ്രസ് മേക്കോവറിൻ്റെ മെയിനായിട്ട് ആവശ്യമുള്ള സാധനം എടുത്തത്. നമ്മുടെ ഓർഗനൈസർ. അതല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ ഓർഗനൈസറാണ് എടുത്തത്. എന്തൊക്കെ ഭംഗി ഞാൻ പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഇത് നോക്കുകയാണ് കേട്ടോ. എനിക്ക് പ്ലാനർ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു എന്നാൽ സ്റ്റാമ്പ് നോക്കി ഈ പ്ലാനർ നോക്കിയത്. അങ്ങനെ ഞാൻ സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സ് ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടമായപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ വാരി എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു സ്റ്റാമ്പ് അടിക്കുന്ന സാധനമല്ലോ അത് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണെങ്കിൽ 1200 ആയിരുന്നു. പിന്നെ ഞാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞാൻ സ്റ്റിക്കേഴ്സ് അമ്മേൻ്റെ കയ്യിൽ കാണുന്ന ഈ സ്റ്റിക്കറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ അവിടെ കുറേ ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ നിന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ബോർഡറൊക്കെ കൊടുക്കുന്ന വാഷിംഗ് ടേപ്പ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ 2 കളറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ക്യാൻഡിൽ ഞാൻ ഈ കാണുന്ന ക്യാൻഡിലായിരുന്നു എടുക്കാൻ വിചാരിച്ചത്. പക്ഷേ അതിന് 299 ആണ്. അപ്പം ഞാൻ അമ്മ പറഞ്ഞു ഓൺലൈനിൽ 190 അങ്ങനെ എന്തോ ഒന്ന് 2 ക്യാൻഡിൽ കിട്ടുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പിന്നെ അത് ഓർഡർ ചെയ്ത് എന്നിട്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ നമ്മുടെ ഡസ്റ്റ്ബിന്ന് നോക്കി. പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ ഞങ്ങളങ്ങനെ പ്ലാനർ ചെയ്തെടുക്കുന്നു ഇങ്ങനെ നോക്കിയായിരുന്നു. കാരണം എൻ്റെ ഡെസ്കിൻ്റെ തീം എന്ന് പറയുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അവസാനം ഞാൻ പിന്നെ ഫൈനലി ഈ ബ്ലൂ തന്നെ എടുത്ത്. എനിക്ക് അതാട്ടോ ഇഷ്ടമായി കുറച്ചുകൂടി. അങ്ങനെ ബ്ലൂ എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ബില്ലടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങും. ആ സെറാമിക് പോട്ട് പോലത്തെയൊക്കെ പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കണ്ണമാമൻ്റെ കൂടെ കാറിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം വെറുതെ ഇങ്ങനെ എന്നിട്ട് ബൈക്കും കാറൊന്നും എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇജുമാർട്ടിൽ നിർത്തിയിട്ട് കേട്ടോ. കൂടെ അന്നിയും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങളിങ്ങനെ മെല്ലെ ട്രെയിനൊക്കെ ഇങ്ങനെ നോക്കി ലാലാപാടി നടന്നിട്ട് പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ മെയിനായിട്ട് പോയത് മിനിസോളൊക്കെ ആയിരുന്നു കേട്ടോ. മിനിസോൾ ഞാൻ വിചാരിച്ച ഒരു ഐറ്റമൊന്നും കിട്ടിയില്ല. ഒന്നാമത് നല്ല റേറ്റുമാണ്. ഞാൻ വിചാരിച്ച സാധനം കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് കയറി ഇങ്ങനെ നോക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാത്തിനും നല്ല റേറ്റാണ്. ഞാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പില്ലോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കാനായിരുന്നു പോയത്. പിന്നെ അന്ന നേരെ ഒരു നമ്മുടെ മോതിരമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച്. എൻ്റെ ബ്രദർ വന്നില്ല. അപ്പോൾ ബ്രദറിന് പാർസലായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.